പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയും വിക്രവും കൂടെ രാത്രി ഇറങ്ങുകയാണ്. വേദ പറയുന്നത് ഇപ്പോൾ പോകണം പോയിട്ട് ഈ റിവേഴ്സിൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ജീപ്പ് കൊടുത്ത് നമുക്കൊന്ന് കറങ്ങാം എന്ന് പറയണം. അപ്പം എന്തായാലും സന്തോഷം പറഞ്ഞ കാര്യം കൊണ്ട് എൻ്റെ മനസ്സാകപ്പാടെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. നമുക്കന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ഗീവർഗീസിലെ വീട്ടിലേക്ക് നേരെ നടക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടന്നവിടുന്ന് ജീപ്പ് എടുത്ത് എല്ലായിടത്തൊക്കെ കുറച്ച് കാണാൻ ഇറങ്ങുവാണ്. അതിനുശേഷം വേദയെടുത്ത് പറയുന്നുണ്ട്, നാളെ തന്നെ അച്ഛനോട് ഈ കാര്യമൊക്കെ സംസാരിക്കണം. അച്ഛൻ്റെ അഭിപ്രായം എന്താണെന്ന് കേട്ടിട്ട് വേണം ഇതിന് ബാക്കിയുള്ള തീരുമാനം എടുക്കാൻ എന്ന് പറയാണ്. അപ്പം അതിനടുത്ത് വേദ പറയാണ്, അത് തന്നെ മൈക്കിൾ അച്ഛന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഈ കാര്യം വിക്രം അച്ഛനോട് പറയണം, അച്ഛൻ തന്നെ കൃത്യമായ തീരുമാനമെടുക്കും എന്ന് പറയണം. അങ്ങനെ പിറ്റേന്ന് തന്നെ വിക്രമാണെങ്കിൽ നേരെ അച്ഛനെ കാണാൻ ചെല്ലുകയാണ്. മൈക്കിൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയാണ്. മൈക്കിൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, എന്താ വിക്രം, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടച്ചാ, ഞാൻ ഒരാളെ കണ്ടായിരുന്നു. ആരാന്ന് മൈക്കിൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അത് വേദം ഞാനും ഒന്നാവാൻ കാരണമായ ആ ആൾ തന്നെ. അപ്പോൾ അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല. അന്ന് ഈ സന്തോഷം എന്ന് പറയുന്ന ആളുടെ വിവാഹം മുടക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ വേദ ആദ്യമായിട്ട് കാണുന്നത്, അവിടുന്ന് ബലമായി താലി കെട്ടുന്നത്. അപ്പം അച്ഛനിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. ആ ആളെ ഞാനിന്ന് കണ്ട്. എവിടെ വെച്ച്? ഇവിടെ വെച്ചോ എന്ന് അച്ഛൻ ചോദിക്കുന്നത്. അത് ഇവിടുത്തെ പുതിയ എസ്റ്റേറ്റ് മാനേജർ അയാളാണെന്ന് പറയുകയാണ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും വിക്രം എന്ന് ചോദിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യാനില്ല അച്ഛാ, സന്തോഷത്തിനോട് മാപ്പ് ചോദിക്കാൻ ഞാനും വേദങ്ങളും ഇന്നലെ പോയായിരുന്നു. ആദ്യമൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും പിന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് ശ്രീലക്ഷ്മി കൂടെ ഇല്ലെന്നും, ശ്രീലക്ഷ്മി ഇവർ തമ്മിൽ മാറി ആണെന്നും, ശ്രീലക്ഷ്മി വേറെ വിവാഹം കഴിക്കാതെ സന്തോഷം തന്നെ കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം സന്തോഷം പറഞ്ഞെന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ സന്തോഷിൻ്റെ കാര്യമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അച്ഛന് വിഷമമാകുന്നുണ്ട്. അപ്പോൾ വിക്രം പറയാണ്, ഞാൻ കാരണമാണ് അവരെ പിരിക്കാൻ കാരണം, അതുപോലെ തന്നെ എനിക്ക് അവരെ ഒന്നിപ്പിക്കണം അച്ഛാന്ന് പറയാണ്. അപ്പോൾ മൈക്കിളച്ഛൻ പറയാണ്, അത് തന്നെ വേണം, നീയാണ് അവരെ പിരിച്ചത്, അപ്പോൾ നീ തന്നെ ഒന്നിക്കണം, പക്ഷെ ദൈവഹിതം എന്തെന്നറിയണ്ടേ. അങ്ങനെ വിക്രത്തിനെ വിളിച്ചുകൊണ്ട് പള്ളിമടയിലേക്ക് പോകണം. അവിടെ ചെന്ന് ബൈബിളാണെങ്കിൽ തുറന്നു നോക്കുമ്പോൾ നല്ല ഭാഗങ്ങളാണ് വരുന്നത്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, നീ മുന്നോട്ട് പൊക്കോ, നിൻ്റെ കൂടെ ദൈവമുണ്ട്, ഞങ്ങളും എല്ലാവരും ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അച്ഛനും ബാക്കിയുള്ളവരും കൂടെ നേരെ സന്തോഷിനെ കാണാൻ ചെല്ലുകയാണ്. സന്തോഷിനെ കാണാൻ ചെല്ലുമ്പോൾ സന്തോഷം ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. ഇതെന്ത് പറ്റി? എല്ലാവരും കൂടെ വരുന്ന കണ്ടപ്പോഴത്തേക്ക് സന്തോഷം ആകപ്പാടെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. അപ്പം എന്താ വെച്ചാൽ എല്ലാവരും കൂടെ ചോദിക്കുകയാണ്. ഒന്നുമില്ല, ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് സന്തോഷിനോട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അത് ഇയാളെ സന്തോഷിനെ അറിയാമല്ലോ. അപ്പം സന്തോഷം പറയുന്നുണ്ട്, ഇയാളെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അയാളുടെ ഒരു കാര്യം പറയാനാണ് വന്നതെന്ന് പറയുകയാണ്. അങ്ങനെ സന്തോഷം എല്ലാവരെയും വിളിച്ച് അകത്ത് കൊണ്ടുപോയി എന്നിട്ട് കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം മൈക്കിളച്ഛൻ പറയുന്നുണ്ട്, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണുകയല്ലേ വേണ്ടുന്നത്. അതിനിപ്പം ഇയാൾക്ക് ആ മനസ്സുണ്ട്, ഇയാൾക്ക് തെറ്റ് പറ്റിയെന്ന് ബോധ്യമായി. അപ്പം ആ തെറ്റ് തിരുത്താൻ ഒരവസരം കൊടുത്തൂടെ എന്ന് ചോദിക്കണം. അപ്പോൾ സന്തോഷം ചോദിക്കണം, അച്ഛൻ എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, വിക്രമാണ് ശ്രീലക്ഷ്മിയുടെയും സന്തോഷിൻ്റെയും വിവാഹം നടക്കാതിരിക്കാൻ കാരണം. അപ്പം ആ വിക്രം തന്നെ നിങ്ങളുടെ വിവാഹം നടത്തി തരാനുള്ള ഒരു കടമ ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് പറയാണ്. അപ്പോൾ സന്തോഷമാണെങ്കിൽ ഒന്നും ഉണ്ടായിരിക്കുകയാണ്. മൈക്കിളച്ഛൻ പറയാണ്, വിക്രമല്ലേ ഈ നിൽക്കുന്ന ആളല്ലേ നിങ്ങളുടെ ജീവൻ നശിപ്പിച്ചത്, അയാൾ തന്നെ നിങ്ങളുടെ ജീവിതം പഴയ പോലെ ആക്കി തരുമെന്ന് പറയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ സന്തോഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷ് പറയാണ്, അങ്ങനൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് ഇയാളോട് ഏറ്റവും വലിയൊരു കടപ്പാടായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, കടപ്പാടിൻ്റെ കാര്യമൊക്കെ നീ അവിടെ നിൽക്കട്ടെ, ഞാൻ കാരണമല്ലേ നിങ്ങൾ തമ്മിലുള്ള ജീവിതം ഒന്നും അല്ലാതായി പോയത്, ഞാൻ തന്നെ നിങ്ങളുടെ ജീവിതം ഒന്നിപ്പിക്കും, അതെൻ്റെ ഉറപ്പാണ് എന്ന് വിക്രം പറയാണ്. ഇത് കേൾക്കുമ്പോൾ സന്തോഷിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ മൈക്കിളച്ഛൻ പറയുന്നുണ്ട്, ഇയാളാണ് നിങ്ങളുടെ രണ്ടിൻ്റെയും ജീവിതം ഈ വിധത്തിലാക്കിയത്, ഇയാൾ തന്നെ നിങ്ങൾ രണ്ടിനെയും ഒന്നിപ്പിക്കുക എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ സന്തോഷിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ വേദയും അതുപോലെ തന്നെ ഗീവർഗീസ് ഏട്ടനും മൈക്കിളച്ഛനും എല്ലാം അവിടുന്ന് പോവുകയാണ്. വിക്രവും പോകുന്നുണ്ട്. അപ്പം അതിനുശേഷം സന്തോഷം നല്ല സന്തോഷമാകുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലക്ഷ്മിയായിട്ട് ഒന്നിക്കാൻ ഒരവസരം വന്നിരിക്കുകയല്ലേ. അപ്പം അതോർത്ത് സന്തോഷം നല്ല സന്തോഷമാകുന്നുണ്ട്. എങ്ങനെയെങ്കിലും ശ്രീലക്ഷ്മി കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ സന്തോഷിന് ആഗ്രഹം.
പക്ഷേ ശ്രീലക്ഷ്മിയുടെ വീട്ടുകാരെ ഓർത്ത് ഇത്രയും നാളും സന്തോഷമൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വിക്രത്തിൻ്റെ സഹായത്തോടെ അവർ തമ്മിൽ ഒന്നിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അപ്പം വേദയാണെങ്കിൽ വീട്ടിലെത്തുമ്പം വിക്രത്തിനടുത്ത് പറയുന്നുണ്ട്, വിക്രം ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഇപ്പം സന്തോഷം അനുഭവിക്കുന്നത്. അതുപോലെ ശ്രീലക്ഷ്മിയും അവർ രണ്ടുപേരെയും ഒന്നിപ്പിക്കേണ്ട കടമ വിക്രത്തിന് തന്നെയാണ്. അത് വിക്രമായിട്ട് തന്നെ മുൻകൈ എടുത്ത് നിർത്തി കൊടുക്കണം എത്രയും പെട്ടെന്ന്. അപ്പോൾ വിക്രം പറയാണ്, ഞാനത് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഭാരം ഇപ്പോഴും എൻ്റെ തലയിലുണ്ട്. അത് എൻ്റെ തലയിൽ നിന്ന് മുക്തമാവണമെങ്കിൽ ഞാൻ അതിനൊരു പരിഹാരം കണ്ട് അവർ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് വിക്രം വേദയ്ക്ക് ഉറപ്പ് നൽകുന്നുണ്ട്.